മുട്ട് മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുട്ട് മാറ്റിവെക്കേണ്ടതുണ്ടോ? ആയുർവേദത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും 2 പേരെങ്കിലും ഒപിയിലേക്ക് ഈ ചോദ്യവുമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി വരും. അപ്പോൾ പാലായിൽ നിന്ന് വന്ന ഒരു അമ്മ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയ ഉണ്ട്, WMAC എന്ന് പറഞ്ഞിട്ട്. ആ WMAC വെച്ചിട്ട് അമ്മയുടെ നിലവിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്ന് അസസ് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ പറയാം. ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷം, രോഗി പരിശോധന, ശാരീരിക പരിശോധനയ്ക്ക് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ ചെരിവുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കേണ്ടതുണ്ടെങ്കിൽ അമ്മ മുട്ട് മാറ്റി വയ്ക്കുക തന്നെ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നിരപ്പായ സ്ഥലത്ത് നടന്നാൽ മതി, എനിക്ക് നിരപ്പായ സ്ഥലത്ത് നടന്നാൽ മതി എന്നമ്മ പറയുകയും 8 ആഴ്ചയോളം നമ്മൾ കൃത്യമായി വേണ്ട രീതിയിലുള്ള മരുന്നുകൾ, എക്സസൈസുകൾ ഒക്കെ തുടരുകയും ഇപ്പോൾ അമ്മ നിരപ്പായ സ്ഥലത്ത് വേദനയില്ലാതെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വന്നു. അപ്പോൾ നമ്മൾ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മുട്ടുകളും മാറ്റി വയ്ക്കേണ്ടതുണ്ടോ, അതല്ല വേറൊരു സാധ്യത ആയുർവേദത്തിനുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കി മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അമ്മയുടെ മോള് 40 വയസ്സുള്ള ഒരാൾ എനിക്കും 70 വയസ്സിൽ മുട്ട് മാറ്റി വയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ 40 വയസ്സിലാണ് തുടങ്ങേണ്ടത്. ഭാവിയിൽ നമുക്ക് അസുഖവും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർജറികളും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അത്തരത്തിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.